ചൂരൽമലയിലെ ഉരുൾപൊട്ടലിൽ നിന്ന് തലനാരിഴക്ക് രക്ഷപ്പെട്ട ഒരു കുടുംബമാണ് എനിക്കൊപ്പമുള്ളത്. സിറാജുദ്ദീനും കുടുംബവുമാണ്. ഈ ഉരുൾപൊട്ടലിൻ്റെ സമയത്ത് തുടക്കത്തിൽ തന്നെ അവർ വീട്ടിൽ നിന്ന് മാറിയത് കൊണ്ടാണ് ഈ കുടുംബം രക്ഷപ്പെട്ടത്. പക്ഷേ ഇവരുടെ വീടും ഇവരുടെ ഓട്ടോറിക്ഷയും അടക്കം പൂർണ്ണമായും ഈ ഉരുൾപൊട്ടലിൽ നശിക്കുകയും ചെയ്തു. അന്ന് എന്താണ് ശരിക്കും സംഭവിച്ചത്? അന്ന് ഒരു 1:10 ആയപ്പോൾ നമ്മൾ ശരിക്കും ഉറങ്ങിയിട്ടില്ല. മുമ്പത്തെ പ്രളയത്തിൽ വെള്ളം കയറിയിരുന്നു, മുറ്റം വരെ വെള്ളം വന്നിരുന്നു. അപ്പോൾ ഇപ്പോൾ രാത്രി പറഞ്ഞ് എന്തോ സൗണ്ട് കേൾക്കുന്നുണ്ട്, വെള്ളം വരുന്നുണ്ട്. നമ്മൾ വെള്ളമൊന്നും വരുന്നില്ല. അപ്പോൾ കുറഞ്ഞ വെള്ളമുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ചെരുപ്പും നമ്മൾ സാധാരണ പുറത്താണല്ലോ വെക്കൽ, അതെടുത്ത് ആ തിണ്ടിൻ്റെ മുകളിലേക്ക് കയറ്റി വെച്ചു. ഒരു 1:20 1:30 സമയം നമുക്ക് കറക്റ്റ് പറയാൻ കഴിയില്ല, കാരണം നമ്മൾ നീറ്റ് കടന്ന സമയമാണല്ലോ പറയാൻ പറ്റുള്ളൂ. ഒരു 1:20 ആയപ്പോഴാണ് ഞാൻ അടുത്ത് വെച്ച്. അതിനുശേഷം ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് ഉറങ്ങിയിട്ടില്ല, അങ്ങനെ കിടക്കുക. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഭയങ്കര സൗണ്ട് വല്ലാണ്, ബും ബും എന്നുള്ള. അപ്പോൾ ഞാൻ വെച്ചാൽ എൻ്റെ ലോറിയൊക്കെ ഞാൻ റോഡ് സൈഡിൽ തന്നെ നമ്മൾ വീടുള്ളത്, സ്കൂളിൻ്റെ അവിടെ 5-ാമത്തെ വീടുണ്ടത്. അപ്പോൾ എന്തെങ്കിലും റോഡ് സാധനങ്ങൾ എന്തെങ്കിലും പോവുകയൊക്കെ വിചാരിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ അതൊന്നുമല്ല, ഒരു നല്ല സ്മെല്ല് വരാൻ തുടങ്ങി, ഈ മഞ്ഞളൊക്കെ ഉള്ളൊരു സ്മെല്ല്. പിന്നെ വീടിൻ്റെ മൂല ചെറുക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ ഇപ്പോൾ പറഞ്ഞ് പിന്നെ എന്തോ സൗണ്ട് കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ വേഗം ഞങ്ങൾ നീച്ച് മക്കളെ വിളിച്ചുണർത്തി, ഞങ്ങളൊക്കെ ഒപ്പം ഉണ്ടായിരുന്നു, മക്കളൊക്കെ വിളിച്ചുണർത്തി പിന്നെ ഡൈനിങ് ഹാളിലേക്ക് പോയി. ഡൈനിങ് ഹാളിലേക്ക് പോകുമ്പോൾ കൊലൈൻ്റെ റൂമിൽ നിന്നൊക്കെ എന്തായാലും വെള്ളം ചളി അടിച്ച് കയറുന്നുണ്ട്, രണ്ട് ഭാഗത്തും ചളി അടിച്ച്, ജനലിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ ചളി അടിച്ച് കയറാം. പിന്നെ ചുമരിൻ്റെ ഏകദേശം 3/4 ഭാഗത്തോളം വെള്ളമായി. അപ്പോൾ പുറത്തേക്ക് ഇറങ്ങാൻ, ഞാൻ പുറത്തേക്ക് ഇറങ്ങരുതായിരുന്നു. അപ്പോൾ വാതിൽ തുറന്നാൽ ഞങ്ങൾ പുറത്ത് പോകും. അപ്പോൾ തൊട്ട് മേലെ തന്നെ ജ്യേഷ്ഠൻ്റെ വീടുള്ള, രണ്ടാമത്തെ ജ്യേഷ്ഠന്, അങ്ങനെ വിളിക്കുന്നുണ്ട്, എടാ അങ്ങോട്ട് വാറിന്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് കിടക്കാൻ കഴിയില്ലല്ലോ, ഫുള്ള് വെള്ളം, അരക്ക് വെള്ളം. ഇറങ്ങിയാൽ പോയി. കുറച്ചൊരു 10-20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വെള്ളം ശാന്തമായി, കുറച്ച് ശാന്തമായി. അപ്പോൾ പിന്നെ ഇതൊക്കെ ഇവിടെ അത്രയ്ക്കും വെള്ളമുണ്ട്, എൻ്റെ ഊരൊക്കെ വെള്ളമുണ്ട്. ഇവിടെ പിന്നെ ചെറിയ മോളെ ജ്യേഷ്ഠനെടുത്തു, വലിയ മോളെ ഞാൻ എടുത്ത്, ഇവിടെ ഒരു വടി ഓൻ്റെ കയ്യും പിടിച്ചിട്ട് അപ്പുറം കടന്ന്. അപ്പോൾ തന്നെ മൂത്ത ജ്യേഷ്ഠങ്ങളൊക്കെ ഒരു പറമ്പിൽ അടുത്തടുത്ത വീടാണല്ലേ. അത് കഴിഞ്ഞ് ഞങ്ങൾ മേലെ കയറി, രണ്ടാമത്തെ ജ്യേഷ്ഠൻ്റെ വീട്ടിൽ കയറി. അപ്പോൾ കുറച്ച് സേഫ്റ്റിയാണ് അവിടെ. അപ്പോൾ അവിടെ നിന്ന് കഴിഞ്ഞപ്പം അപ്പോൾ മൂത്ത ജ്യേഷ്ഠൻ പറഞ്ഞ് നമുക്ക് ഇവിടുന്ന് മാറി, ഇനിയും വെള്ളം വരുന്നതാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞല്ലോ പ്രതീക്ഷയിൽ കുറച്ച് കഴിഞ്ഞപ്പോൾ എന്തൊക്കെ ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടാവും. അയൽവാസികളൊക്കെ അപ്പത്തിന് ഓടി വന്ന്, കറണ്ടും വിളിച്ചൊന്നുമില്ല, എല്ലാവരെയും മൊബൈലും കത്തിച്ച് നിൽക്കുക. നല്ല മഴയും പെയ്യുന്നുണ്ട് ആ സമയത്ത്. ഒരു രണ്ടാമത്തെ പൊട്ട് കിട്ടുമ്പോൾ അതിനേക്കാൾ കൂടുതൽ സൗണ്ടിലാണ് വരുന്നത്. ഞങ്ങളെല്ലാം കൂടി ഉണ്ടാക്കി പറമ്പിലേക്ക് കയറി മക്കളെയും കുട്ടികളൊക്കെ തള്ളി പിടിച്ചിട്ട്. അപ്പോൾ ഞങ്ങൾ തിരിഞ്ഞ് നോക്കുമ്പോൾ ലൈവിലിങ്ങനെ കാണാൻ നമ്മളെ വീടൊക്കെ ഇങ്ങനെ അടിച്ച് കൊണ്ടുപോകുക, വെള്ളം, വീടും വണ്ടിയും ഒക്കെ അടിച്ച് പോവുക. ഇപ്പം എല്ലാം പോയി, ഒന്നുമില്ല, ഞങ്ങൾ ശൂന്യതയാണ് ഇപ്പം ഞങ്ങൾ. എല്ലാം വീടും ഓട്ടോറിക്ഷ പൂർണ്ണമായും പോയി. ഓട്ടോറിക്ഷ പോയി. ഓട്ടോറിക്ഷ ഞാൻ ഇന്നലെ വീട്ടിൽ പോയി നോക്കുമ്പോൾ ഒക്കെ ചമ്മന്തി കിടക്കുന്നുണ്ട്. ഓട്ടോറിക്ഷയൊക്കെ ജീവിതമാർഗം എന്ന് പറയാനുള്ളത് അതാണ്. ഓട്ടോറിക്ഷ എന്തിയാണ് ഞങ്ങൾ ഇതുവരെ ജീവിച്ചത്, എല്ലാം പോയി. ഈ സംഭവം നടക്കുമ്പോൾ ഉറങ്ങിയിരുന്നോ? അങ്ങനെ ഉറങ്ങിയില്ല. ഒരു 11:30 ആയപ്പോൾ എനിക്ക് ഉറക്കം വരുന്നില്ല, ആരും ഉറങ്ങിയിട്ടൊന്നുമില്ല, കുട്ടികൾ ഉറങ്ങിക്കണേ. പക്ഷെ ഒരു 11:30 ആയപ്പോൾ നമുക്ക് എന്തോ ഒരു അപകടം വരുമ്പോൾ നമുക്കിങ്ങനെ തോന്നുകയാണ്. ഒരു ഭയങ്കര മഴ നിൽക്കുന്നില്ല. പിന്നെ നമുക്കൊരു സ്മെല്ല് കിട്ടുന്നുണ്ട്, പച്ചമഞ്ഞൾ നമ്മൾ കയ്യിൽ പിടിച്ച് ഉരച്ചാൽ മരങ്ങൾ കൂട്ടിയിടിച്ചിട്ടാണ് സ്മെല്ലൊക്കെ വരുമ്പോൾ നമുക്ക് അനുഭവമുണ്ട്. അനുഭവം എന്ന് പറഞ്ഞാൽ പുത്തുമല പൊട്ടിയപ്പോൾ നമ്മുടെ അയൽവാസികൾ പുത്തുമലക്കാർ കുറച്ചാൾ വന്നിരുന്നു. അപ്പോൾ അവർ പറഞ്ഞിരുന്നു ഒരു ഭൂ പറഞ്ഞൊരു സൗണ്ടാണ് വരുന്നത്. അപ്പോൾ അതേപോലെ പച്ചമഞ്ഞൾ ഉരച്ചൊരു മണവും വരുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇത് ഇങ്ങനെ നമുക്ക് സ്വന്തം അനുഭവം നമുക്കില്ലല്ലോ. പക്ഷേ ഈ സൗണ്ട് കേൾക്കുമ്പോൾ തോന്നി എന്തോ ഒന്ന് ഇവിടെ വരാനുണ്ട്. കിടന്ന റൂമിൽ ജെർക്കിങ് വന്നപ്പോഴാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഞങ്ങളെ വീട് കംപ്ലീറ്റ് എന്തോ ഒരു പ്രശ്നം വരുന്നു. ഞങ്ങൾ ഡൈനിങ് ഹാളിലേക്ക് ഓടി. ഡൈനിങ് ഹാളിൽ പോയപ്പോഴത്തേന് അടുക്കള ഭാഗമൊക്കെ ഞങ്ങൾ നോക്കുമ്പോൾ ജനലിൻ്റെ ഹൈറ്റിൽ ചളി വരൽ തുടങ്ങി. പിന്നെ ഏട്ടൻ വന്നിട്ട് പറഞ്ഞ് വാതിൽ തുറക്കാൻ പറഞ്ഞു. വാതിൽ തുറന്ന് എങ്ങനെയാണ് ഞങ്ങൾ മേലേക്ക് കയറി കുറച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട് പോയി. അത്ര പിന്നെ ഒരു കുന്നാണ് ഞങ്ങളെ ബേക്ക് വശം, വീടിൻ്റെ ബേക്ക് വശം കുറച്ചൊരു കുന്നാണ്, ചായത്തോട്ടം. അത് വഴിയൊന്നും കാണുന്നില്ല, കാരണം നട്ടപ്പാതിര കയ്യിലും ഒന്നുമില്ല. ചെറിയ മക്കളും കുമ്പിട്ട് നിന്നിട്ട് മാന്തി കയറുകയാണ്. കയറുമ്പോൾ ടോ എന്നുള്ള സൗണ്ട് ബേക്കിന്ന് ഇങ്ങനെ കേൾക്കുന്നുണ്ട്, പൊട്ടുന്നേ. പക്ഷെ മരിക്കുന്നുള്ളതിലാണ് നിന്നത്, ആയുസ് ഉള്ളതുകൊണ്ടായിരിക്കും ബാക്കിയായി. വീടും എല്ലാം പോയി, ഒന്നുമില്ല. ഇപ്പം എല്ലാം ശൂന്യാണിപ്പം. ചൂരൽമലയിലെ ഈ കുടുംബത്തിൻ്റെ അനുഭവമാണ് നമ്മൾ കേട്ടത്. അതായത് ഈ ഉരുൾപൊട്ടലിന് തൊട്ടിന് മുൻപ് തലനാരിഴക്ക് രക്ഷപ്പെട്ടവരാണ് ഈ കുടുംബം. ഇവരുടെ വീടും ഓട്ടോറിക്ഷയും അടക്കം എല്ലാം തന്നെ പൂർണ്ണമായും നശിച്ചു. ഇവരിപ്പോൾ മേപ്പാടിയിലെ ക്യാമ്പിൽ കഴിയുകയാണ്. വീഡിയോ ജേർണലിസ്റ്റ് ഹണി തങ്കപ്പനൊപ്പം റിപ്പോർട്ടർ അർജുൻ മട്ടന്നൂർ, ഇൻ റിപ്പോർട്ടർ, വയനാട്.